ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു. കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങളനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സഫാരിയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. മൂന്നാറിലുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ ഓഫ് റോഡ് ജീപ്പ് സവാരികളും ദുരന്ത നിവാരണ നിയന്ത്രണ പ്രകാരം മുമ്പ് കളക്ടർ നിരോധിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കുന്ന പ്രോജക്റ്റുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയതായി അനുമതി നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജീപ്പുകളുടെ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ജീപ്പുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അനുമതി നൽകുന്നത്. രാമക്കൽമേട് ഉള്ള ഓഫ് റോഡ് ജീപ്പുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് ഏകദേശം 50ഓളം വണ്ടികൾ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാവുന്നുള്ളൂ. ഈ അടുത്ത ആഴ്ചയോടുകൂടി, ബുധനാഴ്ചയോടുകൂടി ഒരുവിധം എല്ലാ വണ്ടികളും 220 വണ്ടികളാണ് ഓൾ ടോട്ടൽ പഞ്ചായത്ത് ലിസ്റ്റ് തന്നിരിക്കുന്നത് അവിടെ വണ്ടികളുള്ളതായിട്ട്. അപ്പോൾ ഈ 120 വണ്ടികൾ ഈ ബുധനാഴ്ചയോടുകൂടി കംപ്ലീറ്റ് ടെസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാരും പരിശോധനകളെ സ്വാഗതം ചെയ്യുകയാണ്. വണ്ടികളെ സംബന്ധിച്ച് എല്ലാ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ്, അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം, വളരെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളെല്ലാം റെഡിയാക്കി പുതിയൊരു നല്ലൊരു സംവിധാനത്തിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ജീപ്പ് ഡ്രൈവേഴ്സ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതുവരെ 50 ജീപ്പുകളുടെ പരിശോധന പൂർത്തിയാക്കി. തുടർ പരിശോധന ഒരാഴ്ച കൂടി തുടരും. 100-ലധികം ജീപ്പുകളാണ് രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് സവാരി നടത്തുന്നത്. മറ്റു മേഖലകളിലും സമാനമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും. മുമ്പ് കൊളുക്കുമലയിൽ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.